പ്രൈസ് ദി ലോർഡ്. ഒത്തിരി സന്തോഷത്തോടു കൂടെയാണ് ഞാൻ ഇന്ന് ഷിക്കാഗോ പ്രെയർ ലൈനിൽ കടന്നു വന്നിരിക്കുന്നത്. എൻ്റെ പ്രിയ സ്നേഹിതനും എൻ്റെ ആത്മീയ ഗുരുവും എന്നെ എല്ലാ രീതിയിലും ആത്മീയമായ ചൈതന്യത്തിൽ നിൽക്കുവാൻ എന്നെ പ്രേരിപ്പിക്കുന്ന കർത്താവിന്റെ ദാസൻ, വിലയേറിയ അഭിഷിക്തൻ ആന്റണി പാസ്റ്ററോടൊപ്പം ഇന്ന് ഈ പ്രെയർ ലൈനിൽ അനീഷ് പാസ്റ്ററോടൊപ്പം മറ്റു കർത്തൃദാസന്മാരോടൊപ്പം എനിക്കും പങ്കുചേരുവാൻ സാധിച്ചത് വലിയ ദൈവാനുഗ്രഹമായി ഞാൻ കരുതുന്നു. ആന്റണി പാസ്റ്ററെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ടല്ലോ. അദ്ദേഹം ആന്ധ്രയിലും അതുപോലെ തന്നെ ഭാരതത്തിന്റെ പല ഭാഗങ്ങളിലും, നോർത്ത് ഇന്ത്യയില്, നേപ്പാളില്, അങ്ങനെ ഒന്നും വേണ്ട പലയിടങ്ങളിലും തന്റെ ആത്മീയ വളർച്ചയ്ക്ക് മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നതിനായി ശക്തിയായി പ്രവർത്തിക്കുന്ന ഒരു കർത്താവിന്റെ ദാസനാണ്. ഈ കർത്താവിന്റെ ദാസൻ ഇന്നും ഈ വേളയിലും അഭിഷിക്തനെ കർത്താവ് എടുത്ത് ഉപയോഗിക്കട്ടെ, കൃപാദാനങ്ങളാൽ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നും കർത്താവിന്റെ ദാസനായിരിക്കുന്നിടത്ത് അഭിഷേകത്തോടുകൂടെ അനേകം ആളുകൾക്ക് രോഗശാന്തിയും ആത്മീയ ചൈതന്യവും വരുത്തുവാൻ കർത്താവിന്റെ ദാസനെ ദൈവം എടുത്തുപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അനീഷ് പാസ്റ്ററോടൊപ്പം ഞാനും കർത്താവിന്റെ ദാസൻ ആന്റണി പാസ്റ്ററെ സ്നേഹപൂർവ്വം ഷിക്കാഗോ പ്രെയർ ലൈനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്താവിന്റെ ശ്രേഷ്ഠമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇങ്ങനെ ഒരു അവസരം എനിക്ക് ലഭിച്ചത് ഒരു ഭാഗ്യ പദവിയായി ഞാൻ കാണുന്നു. പ്രിയ ജോൺസൺ അച്ഛനെ കാണുവാനും അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠമായ ഗാനങ്ങൾ കേൾക്കുവാനും ഒക്കെ ദൈവം ഇടയാക്കി. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനാണ് പ്രിയ ജോൺസൺ അച്ഛൻ. ഞാൻ ഫ്ലോറിഡയിൽ ഏകദേശം ഒരു 15-ൽ പരം ദിവസങ്ങൾ അദ്ദേഹത്തോടൊപ്പം ഭവനത്തിലായിരുന്നു. വലിയ ദൈവിക അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് പ്രാപിപ്പാൻ കഴിഞ്ഞു. എന്നെ പല നിലകളിൽ സഹായിപ്പാൻ ദൈവം അദ്ദേഹത്തെ ഉപയോഗിച്ചു. കുടുംബമായി ദൈവം അനുഗ്രഹിക്കട്ടെ. നാട്ടിൽ വന്നപ്പോഴും ഞങ്ങൾക്ക് ഒരുമിച്ച് ചില ദിവസങ്ങൾ ആയിരിക്കാൻ കർത്താവ് കൃപ തന്നു. നന്ദി. പ്രിയ അനീഷ് കരിങ്ങാട്ടിൽ പാസ്റ്ററെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതിനു മുൻപ് ഞാൻ പലപ്പോഴും പേര് കേട്ടിട്ടുണ്ട്, പക്ഷേ ഇന്നാണ് ഫോണിൽ കൂടെ, സൂമിൽ കൂടെ മുഖം കാണുന്നത്. ദൈവം അദ്ദേഹത്തെയും അനുഗ്രഹിക്കട്ടെ. ഒരു പ്രെയർ ലൈൻ തുടർന്നു കൊണ്ടുപോകുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിന്റെ പിൻപിൽ ഒത്തിരി ത്യാഗങ്ങൾ സഹിക്കണം. എന്നാൽ ഈ ദൈവദാസനെയും ഈ ലൈനിൽ ഇന്ന് വന്ന് ചേർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. എന്നെ പരിചയപ്പെടുത്തിയ അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിൽ 60-ൽ പരം ചർച്ചുകളും ഒരു കുഷ്ഠരോഗ ക്യാമ്പും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുവാൻ കർത്താവ് കൃപ തരുന്നു. സ്തോത്രം. ഞാൻ എൻ്റെ സ്വന്തം സ്ഥലം പത്തനംതിട്ടയാണ്. ഭാരതത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ, രാജസ്ഥാനിൽ എനിക്ക് ചർച്ചുകളുണ്ട്, നേപ്പാളിൽ ചർച്ചുകളുണ്ട്. ദൈവം നടത്തുന്നു. 70-ാമത്തെ വയസ്സിലേക്ക് പ്രവേശിപ്പാൻ ദൈവം ഭാഗ്യം തന്നു. ഞാൻ മുഖവുര പറഞ്ഞ് മുൻപോട്ട് പോകുവാൻ അധികം താല്പര്യപ്പെടുന്നില്ല. കാരണം നമുക്ക് ഇന്ന് ഉയർത്തേണ്ടത് യേശുവിന്റെ നാമം ആണല്ലോ. വേഗത്തിൽ, നമ്മുടെ മുൻപിൽ സമയം പരിമിതമാണെന്ന് എനിക്കറിയാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 41-ാമത്തെ വാക്യം അടിസ്ഥാനമായി വായിച്ച് നമുക്ക് ഇന്നത്തെ ആത്മീക ശുശ്രൂഷ ആരംഭിക്കാം. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എനിക്കറിയാം, നാം വിവിധ പരിതസ്ഥിതികളിൽ ആയിരിക്കുന്നു. പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും നിറഞ്ഞ ഒരു ലോകത്തിലാണ് നാം ആയിരിക്കുന്നത്. എന്നാൽ നമ്മെ സഹായിക്കുന്ന ഒരു സർവശക്തൻ നമുക്ക് ഉള്ളത് കൊണ്ട് നമ്മുടെ പ്രതിസന്ധികളിൽ നാം തകർന്നു പോകുന്നവരല്ല. കരം പിടിച്ചുയർത്തുന്ന ആ ദൈവത്തെ ഈ
സമയം ഞാൻ ഉയർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ വചനം തീ പോലെയാണ്. ഈ ലൈനിൽ കൂടെ അഗ്നി പോലെ പാഞ്ഞു വരുന്ന ദൈവത്തിന്റെ വചനം ഞാൻ വിശ്വസിക്കുന്നു നിശ്ചയമായും നമ്മുടെ രോഗങ്ങളെ സൗഖ്യമാക്കും, നമ്മുടെ ആത്മതലങ്ങളെ ബലപ്പെടുത്തും. സ്വർഗത്തിലെ ആത്മീയ നന്മകളുമായി ഈ വചനം നമ്മെ കണക്ട് ചെയ്യും. ഈ വചനം മഴ പോലെ പെയ്യും. നാം ഇരിക്കുന്ന മുറികളിൽ, നാം പാർക്കുന്ന ഭവനങ്ങളിൽ, നമ്മുടെ റൂഫുകൾക്കോ കോൺക്രീറ്റ് സ്ലാബുകൾക്കോ തടയാൻ കഴിയാത്ത വലിയ ആത്മമഴ നമ്മുടെ മേൽ, നമ്മുടെ കുടുംബത്തിന്റെ മേൽ, നമ്മുടെ ശുശ്രൂഷയുടെ മേൽ ഈ പകൽ, ഈ സമയം ദൈവം ചെയ്യും. ഞാനത് വിശ്വസിച്ചുകൊണ്ട് ശുശ്രൂഷയിലേക്ക് കടക്കുന്നു. നിങ്ങൾ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കണമേ. വളരെ അഭിഷിക്തമായ ഒരു ദൂത് ദൈവം എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട്. കർത്താവ് ഒരു വ്യക്തിയോട് ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് എന്ത് ചെയ്യണം? ആരാണ് ഈ ഞാൻ? സർവശക്തൻ, ആൾമൈറ്റി ഗോഡ്, സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച ദൈവം, ലോക ആരംഭത്തിന് മുൻപ് മുതൽ തന്നെ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നമുക്ക് ശ്വസിക്കാനുള്ള വായുവും നമ്മുടെ ഈ ശരീരം മാത്രമല്ല നമുക്ക് ആവശ്യമുള്ള ഈ പ്രകൃതിയെയും സൃഷ്ടിച്ചു തന്ന സർവശക്തൻ തൻ്റെ കൈവേലയാകുന്ന മനുഷ്യനോട് ചോദിക്കുന്നു, ഞാൻ നിനക്ക് എന്ത് ചെയ്യണം? What do you want me to do for you? ഞാൻ നിനക്ക് വേണ്ടി എന്ത്? ഈ ചോദ്യം ഈ ലൈനിൽ നുറുക്കത്തോടെ, പ്രയാസത്തോടെ ആയിരിക്കുന്ന പല കുടുംബങ്ങളോടും കർത്താവ് ചോദിക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് കൈനീട്ടി പറയാം, ഐ വാണ്ട് സംതിങ്. എനിക്ക് ചില കാര്യങ്ങൾ ആവശ്യമാണ് കർത്താവേ. ശുശ്രൂഷയിൽ വർധനവ് ആവശ്യമുള്ള ദൈവമക്കൾ, ദൈവദാസന്മാർ ഈ സമയം ഹൃദയം തുറന്ന് ദൈവത്തോട് പറയാം. കാരണം ഈ ചോദ്യം ആത്മാവിൽ ഇന്ന് എല്ലാവരോടും കർത്താവ് ചോദിക്കുകയാണ്. ദൈവത്തിന് മുഖപക്ഷമില്ല. നമ്മുടെ സാഹചര്യങ്ങൾ നന്നായി അറിയുന്നവനാണ് നമ്മുടെ ദൈവം. ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്തു തരണം? സ്തോത്രം. ആ വാക്യം ഇങ്ങനെയാണ്, അവൻ അടുക്കെ വന്നപ്പോൾ. ആമേൻ. അവൻ അടുക്കെ വന്നപ്പോൾ. നമുക്ക് പാട്ടുകളിൽ കൂടെ, ആരാധനയിൽ കൂടെ, ആത്മസാന്നിധ്യത്തിൽ കൂടെ ഇന്ന് നാം കർത്താവിന്റെ അടുക്കലല്ലേ നിൽക്കുന്നത്. ഭാരപ്പെടണ്ട. അവൻ നമ്മോട് ചോദിക്കുന്നു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ഒരുപക്ഷെ ഈ കുരുടൻ ഇന്ന് വരെ വെളിച്ചം കണ്ടിട്ടില്ല. അവന്റെ ജീവിതത്തിൽ 1000 പ്രതിസന്ധികളുണ്ട്. എന്നാൽ അവൻ ഒരു കാര്യം അറിയാം, ഇന്ന് എൻ്റെ കണ്ണ് തുറക്കുന്ന ദിവസമാണ്. ഇന്ന് എൻ്റെ അവസ്ഥകൾ മാറുന്ന ദിവസമാണ്. ഈ ലൈനിലായിരിക്കുന്ന ദൈവദാസന്മാരോട്, ദൈവദാസിമാരോട് ആത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയുന്നു, നാം ദൈവസന്നിധിയിലായിരിക്കുന്നു. ഇന്ന് നമ്മുടെ ചരിത്രം മാറുന്ന ദിവസമാണ്. കാരണം സ്വർഗലോകത്തിൽ നിന്ന് സകല മഹിമകളും വിട്ട് ഈ താണഭൂമിയിലേക്ക് നമ്മിൽ ഒരുവനെ പോലെ ഭൂമിയിൽ ജനിച്ച് നമ്മോട് കൂടെ ഉള്ള ഈ കർത്താവ്, മത്തായിയുടെ സുവിശേഷത്തിൽ 28:20 ലാസ്റ്റിൽ യേശു സ്വർഗത്തിലേക്ക് പോകുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാനോ ലോക അവസാനത്തോളം നിങ്ങളോട് കൂടെയുണ്ട്. എന്തിനു വേണ്ടി? നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുവാൻ, നമുക്ക് വിശാലത തരുവാൻ, നമുക്ക് വിരോധമായി നിൽക്കുന്ന അന്ധകാരത്തിന്റെ ശക്തികളെ തകർത്ത് കളയുവാൻ
സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ആക്കിക്കളയും. ദൈവത്തിന് സ്തോത്രം. ആമേ. ഭയപ്പെടേണ്ട. ഇന്ന് പകൽ നാം 24 മണിക്കൂറും ദൈവവചനത്തിന്റെ മുൻപിലായിരിക്കുമ്പോൾ ഈ കർത്താവിന്റെ വലിയ സാന്നിധ്യം നമ്മളെ ചുറ്റി നമുക്ക് കവറിങ് ആയിരിക്കുമ്പോൾ, ഈ തേജസ്സിന്റെ മറവിൽ നാം ആയിരിക്കുമ്പോൾ ഒരു ദുഷ്ടനും നമ്മെ തൊടുവാൻ കഴിയുകയില്ല. ദൈവത്തിന് സ്തോത്രം. സ്തോത്രം. നാം ഓരോ വ്യക്തികളോടും കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യം ആണ് ഇന്ന് ഈ സമയം ദൈവാത്മാവ് എന്നെ ഓർമ്മിപ്പിക്കുന്നത്. ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസം എന്താണ്? ആമേൻ. ഈ കുരുടനോട് ചോദിച്ചാൽ, എനിക്ക് കണ്ണു കാണാൻ കഴിയില്ല, പലവിധമായ ബലഹീനതകൾ എനിക്കുണ്ട്, എങ്കിലും ഇന്ന് എൻ്റെ കർത്താവ് എൻ്റെ മുൻപിൽ കൂടെ കടന്നു പോയത് എൻ്റെ വിടുതലിനായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സൂം പ്രയർ ലൈൻ എൻ്റെ വിടുതലിന് വേണ്ടി ഈ സമയം കർത്താവിന്റെ ദാസന്മാരിൽ ദൈവം കൊടുത്ത നിയോഗപ്രകാരം ദൈവവചനത്തിൽ കൂടെ ഇന്ന് പകൽ തുറക്കേണ്ടത് ചില തുറന്നു വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ കർത്താവേ, ഞാൻ തയ്യാറാണ്. എനിക്ക് വിടുതൽ തരാതെ, എനിക്കൊരാശ്വാസം തരാതെ, എൻ്റെ കുടുംബത്തിൽ സമാധാനം നൽകാതെ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു വഴി തുറക്കാതെ ഞാൻ നിന്നെ വിട്ടുമാറുകയില്ല. സാഹചര്യം വളരെ മോശമാണ്. സ്തോത്രം. യെരിഹോ ശാപപട്ടണമാണ്. ഈ കുരുടന് മറ്റുള്ളവരുടെ സഹായമില്ലാതെ ചലിക്കാൻ കഴിയുന്നില്ല. എങ്കിലും ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. എന്തിനു വേണ്ടി ഈ പ്രയർ ലൈൻ? എന്തിനു വേണ്ടി ഈ വചനം ദീർഘനാളുകൾ നമ്മളോട് സംസാരിക്കുന്നു? എന്തിനു വേണ്ടി ഈ കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം നമ്മുടെ കരങ്ങളിൽ ദൈവം തന്നു? ഈ ലോകത്തിൽ ആശ്വാസത്തോടെ സന്തോഷത്തോടെ ജീവിക്കുകയും ഒരു നിത്യതയ്ക്കായി നമ്മെ ഒരുക്കുകയും ചെയ്യുവാൻ കർത്താവ് ഇത്രത്തോളം നമ്മെ സ്നേഹിച്ചു എങ്കിൽ ഈ സമയം ആത്മാവിൽ സ്തോത്രം ഞാനും ചോദിക്കുന്നു, കർത്താവ് ചോദിക്കുന്നു, നിനക്ക് എന്തു ചെയ്യണം? അടുക്കൽ വന്നു. സ്തോത്രം. ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം? ആ ശബ്ദം കഴിഞ്ഞ രാത്രികളിലെല്ലാം എൻ്റെ കാതുകളിൽ ശക്തമായി മുഴങ്ങുകയാണ്. അവൻ പറയുന്നു, കർത്താവേ, എനിക്ക് കാഴ്ച കിട്ടണം എന്ന് പറഞ്ഞു. ഇതിനകത്ത് നാം മാനുഷികമായി ചിന്തിച്ചാൽ കർത്താവിന് അറിയില്ലേ അവൻ കുരുടനാണെന്ന്, അനാഥനാണെന്ന് അവൻ അറിയില്ലേ? കർത്താവിന് ഈ കുരുടന്റെ സകല ചരിത്രവും അറിയില്ലേ? അതല്ല അവിടെ വിഷയം. നമ്മുടെ ആവശ്യം എന്ത്? സ്തോത്രം. നമ്മുടെ ആവശ്യം പരിഹരിച്ച് തരുവാൻ ഈ വചന ശുശ്രൂഷ നടക്കുമ്പോൾ തന്നെ പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയുള്ള ദൈവത്തിന്റെ വചനം അനേക തടസ്സങ്ങളെ അടിച്ച് ഉടയ്ക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആമേൻ വേറെ 1-2 ഭാഗങ്ങളിലേക്ക് കൂടി കടന്നു പോകുവാൻ ആഗ്രഹിക്കുകയാണ്. എസ്തേറിന്റെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം. സാഹചര്യങ്ങൾ തികച്ചും പ്രതികൂലമാണ്. എസ്തേറിന്റെ ചരിത്രം നമുക്കറിയാം. എസ്തേർ പറയുന്നു, ഞാൻ മരിച്ചാലും എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാലും നിയമപ്രകാരമല്ലെങ്കിലും ഞാൻ രാജസന്നിധിയിലേക്ക് പോകുകയാണ്.
സ്തോത്രം. രാജസന്നിധിയിൽ അവൾ എത്തി. നമുക്കറിയാം, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. മൂന്നാം ദിവസം രാജവസ്ത്രം ധരിച്ചുകൊണ്ട് രാജധാനിയുടെ അകത്തെ പ്രാകാരത്തിൽ ചെന്ന് രാജഗൃഹത്തിന്റെ നേരെ ധൈര്യത്തോടെ എസ്തേർ രാജ്ഞി നിൽക്കുകയാണ്. സ്തോത്രം. 2-ാം വാക്യം, എസ്തേർ രാജ്ഞി പ്രാകാരത്തിൽ നിൽക്കുന്നത് രാജാവ് കണ്ടപ്പോൾ അവന് അവളോട് കൃപ തോന്നി. തന്റെ കയ്യിലിരുന്ന പൊൻചെങ്കോൽ രാജാവ് എസ്തേറിന്റെ നേരെ നീട്ടി. എസ്തേർ അടുത്തു ചെന്ന് ചെങ്കോലിന്റെ അഗ്രം തൊട്ടു. സ്തോത്രം. രാജാവ് അവളോട്, എസ്തേർ രാജ്ഞിയെ, എന്തു വേണം? എന്തു വേണം? എന്തു വേണം? എന്തു വേണം? തന്റെ ജനത തകർന്നു പോകുവാൻ ഹാമാൻ സകല കരുക്കളും നീക്കിയിരിക്കുമ്പോൾ എസ്തേർ രാജ്ഞിയെ, ആ എസ്തേർ രാജ്ഞി ഒരുങ്ങി ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ തന്റെ ജീവനെ പോലും നോക്കാതെ രാജാവിന്റെ മുൻപിൽ നിൽക്കുകയാ. രാജാവിന്റെ കയ്യിലുള്ള പൊൻചെങ്കോൽ ഉയർന്നാൽ അവൾക്ക് ജീവൻ കിട്ടും. അത് ഉയർന്നില്ലെങ്കിൽ അവളുടെ കഴുത്തിൽ നിന്ന് തല ഛേദിക്കപ്പെടും. ജീവൻ മരണ പോരാട്ടവുമായി ഒരു രാജ്ഞി ദൈവസന്നിധിയിൽ നിൽക്കുന്നത് പോലെ, സ്തോത്രം, നാം ചുരുക്കമായി മധ്യസ്ഥ പ്രാർത്ഥനയിൽ കൂടെ ലോക സമാധാനത്തിനു വേണ്ടി കത്തിയെരിയുന്ന മണിപ്പൂര്, സിറിയ, ഇസ്രയേൽ, യുക്രൈൻ, എല്ലാ രാജ്യങ്ങൾക്കും വേണ്ടി ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ദൈവമക്കൾ ഉണ്ടെങ്കിൽ ഒരു ശത്രുവിന് നമ്മെ തൊടുവാൻ കഴിയുകയില്ല. സ്തോത്രം. ഈ രാജ്ഞിക്ക് സകല സൗകര്യങ്ങളും ആഡംബരങ്ങളും അവൾക്കുണ്ട്. എന്നാൽ അതെല്ലാം മാറ്റിവെച്ചിട്ട് എന്നെ ഉയർത്തിയ ഒരു ദൈവമുണ്ട്, എന്നെ മാനിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ഞാൻ മുൻപോട്ട് പോകുമ്പോൾ ദൈവം, ആമേൻ, രാജാവിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ദൈവം എസ്തേറിനോട് ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് എന്ത് ചെയ്യണം? എന്താകുന്നു നിന്റെ ആഗ്രഹം? രാജ്യത്തിന്റെ പകുതിയോളമായാലും ഞാൻ നിനക്ക് തരാം. സ്തോത്രം. ആമേൻ. ഈ ഭാഗങ്ങളൊക്കെ വളരെ വിശകലനം ചെയ്ത് വിശദമായി പഠിക്കേണ്ട കാര്യങ്ങളാണ്. എന്നാൽ നമ്മുടെ സമയം പരിമിതമായതുകൊണ്ട്, സ്വതന്ത്രം, ഈ എസ്തേറിനെ പോലെ ഒരുപക്ഷെ നാം വില കൂടിയ കാറുകളിൽ യാത്ര ചെയ്യുന്നവരായിരിക്കാം, നാം ഒരുപക്ഷെ ബഹുനില കെട്ടിടങ്ങളിൽ പാർക്കുന്നവരായിരിക്കാം. എന്നാൽ നമ്മെ ഉയർത്തിയ ദൈവത്തിന് നമ്മെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി നിറവേറുവാൻ രാജവസ്ത്രം ധരിച്ചുകൊണ്ട് ഉറച്ച തീരുമാനത്തോടെ ദൈവസന്നിധിയിൽ നമുക്ക് ആയിരിക്കാം. സ്വർഗത്തിലെ ദൈവം നമ്മുടെ ആഗ്രഹത്തെ നിറവേറ്റി തരും. ഹാമാന്റെ ആഗ്രഹം നിറവേറാതിരിക്കും. ദൈവത്തിന് സ്തോത്രം. അത് മാത്രമല്ല, ഹാമാനെ 60 മുഴം ഉയരമുള്ള കഴുമരത്തിൽ തൂക്കി അവനെ മാത്രമല്ല അവന്റെ പുത്രന്മാരെയും തൂക്കിക്കളയുവാൻ ഇന്ന് നാം സേവിക്കുന്ന ദൈവത്തിന് കഴിയും. ദൈവത്തിന് സ്തോത്രം. ആമേൻ. എന്തു വേണം? എസ്തേർ രാജ്ഞിയെ, സ്തോത്രം, നമുക്ക് അനുകൂലമല്ലാത്ത സാഹചര്യത്തിൽ അനുകൂലനായ ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ
40 വർഷത്തെ ശുശ്രൂഷ കാലയളവിൽ അനേക പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുമ്പോഴൊക്കെ കൂടെ ഇരുന്ന് വഴി നടത്തുന്ന ഒരു സർവശക്തൻ എനിക്കുള്ളത് കൊണ്ട് ആ കർത്താവ് നടത്തിയ വഴികളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഈ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായി കർത്താവല്ലാതെ ഈ ലോകത്ത് ആരുമില്ല. യോബിന്റെ ഭാര്യ പോലും പറഞ്ഞത് എന്താണ്? നിന്റെ ഭക്തി ത്യജിച്ച് നീ മരിച്ചു കളക. സ്തോത്രം. എന്തു വേണം? കർത്താവ് ചോദിക്കുമ്പോൾ ഇന്ന് പകൽ നമ്മുടെ ആവശ്യങ്ങൾ, കർത്താവെ കൂട്ടമായ സ്നാനങ്ങൾ, കർത്താവെ ദൈവസഭയുടെ വളർച്ച, കർത്താവെ നിത്യതയിൽ പേരെഴുതപ്പെടുവാൻ കോടാനുകോടികളെ ദൈവം അയക്കണം. ഒരു വലിയ ഉണർവിന്റെ കാലഘട്ടം. സൗണ്ട് ഇല്ല. അനേകരുടെ പക്ഷെ ക്യാമറ നാവിൽ നിന്ന് ഓഫ് ചെയ്യാം. ഞാൻ കേട്ട കേൾക്കുന്നോ? ഞാൻ ക്യാമറ ഓഫ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ കേൾക്കാം. പറഞ്ഞോളൂ. ഓക്കെ. ഇഷ്ടപ്പെടുമെന്ന് ലോകം പറയാൻ ചെയ്യുമ്പോൾ നമ്മെ ഏൽപ്പിച്ച ആത്മഭാരത്തിന്റെ ആ അനുഭവത്തിൽ നാം നിന്നാൽ ദൈവം നമ്മെ ശക്തിയും, എസ്തേറിന്റെ അർത്ഥം എന്തായിരുന്നു? എന്നാലും തന്റെ അപ്പനോട് ഒരു വയൽ ചോദിപ്പാൻ അവനെ ഉത്സാഹിപ്പിച്ചു. അവൾ കഴുതപ്പുറത്ത് നിറങ്ങിയപ്പോൾ കാലേബ് അവളോട്, നിനക്ക് എന്ത് വേണം? നിനക്ക് എന്താ വേണ്ടത്? ഈ ഓരോരുത്തരോടും ചോദിക്കുന്നു, നിനക്ക് എന്തു വേണം? മടി കൂടാതെ. ഇന്ത്യയുടെ വിടുതലാണോ? അമ്മയാണോ? നാം പാർക്കുന്ന എന്തു വേണം? ും ഒരു മനുഷ്യനും
ആർട്ടിഫിഷ്യലായി പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങളെ സൃഷ്ടിപ്പാൻ കഴിയില്ല. സ്വർഗത്തിലെ ദൈവത്തോട് നാം പ്രാർത്ഥിക്കുമ്പോൾ മരുന്നുകൾക്ക് കഴിയാത്തത്, ഡോക്ടർമാർക്ക്, പണത്തിന് കഴിയാത്തത്, നമ്മുടെ രാഷ്ട്രീയ സുമിത്രാദികൾക്ക് കഴിയാത്തത് ജീവിതങ്ങളിൽ ചെയ്യാൻ പോകുന്നു. നീരുറവകൾ പ്രതിസന്ധികളുടെ നടുവിൽ ആരൊക്കെയോ അത് കാണുന്നു. ദൈവത്തിന് അടുക്കൽ വന്ന് പറയുകയാണ്, എൻ്റെ മക്കൾ സമാധാനവുമില്ല, എനിക്ക് മറ്റു വഴിയില്ല. ഏലീശയുടെ അടുക്കൽ ഒരുപക്ഷെ കവിണ്ണു വീണ് അവൾ പറയുന്നു, എന്റെ പ്രശ്നം ഇതൊക്കെ എന്ത് ചെയ്യണം? 2 രാജാക്കൾ സമയ ചുരുക്കത്താൽ ചാപ്റ്റർ നമ്പർ 4 വേഴ്സ് 2. ഏലീശ അവളോട് പറക, ഞാൻ നിനക്ക് എന്ത് ചെയ്യണം? സർവശക്തനായ ദൈവം, നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവം, നമ്മെ കരം പിടിച്ച് നടത്തുന്ന ദൈവം, നമ്മുടെ മുൻപിലുള്ള എരിഹോ മതിലുകളെ ഇടിച്ചുകളെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ബുദ്ധി കൊടുത്ത് നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവം, കുടുംബത്തിൽ പാർക്കുവാൻ കിടക്കുന്ന ചില ഹൃദയങ്ങളിൽ ഈ വചനം മഴയായി പെയ്യുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. കുരുടൻ പറഞ്ഞു, കർത്താവേ, നീ അല്ലാതെ എന്നെ സഹായിപ്പാൻ ആരുമില്ല. ഞാൻ ഒന്ന് വിശ്വസിക്കുന്നു, എൻ്റെ കണ്ണുകൾ തുറക്കാൻ ശക്തനായവൻ. ഉടനെ നീ കാഴ്ച പ്രാപിക്കാം. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ഉടനെ യേശു കുരുടനോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്, കർത്താവ് നമ്മെ സഹായം. ആമേൻ. ചിലത് ഒഴിഞ്ഞു പോകുക ആയിക്കട്ടെ. എന്നെ ഈ ശുശ്രൂഷയ്ക്ക് അനീഷ് കരിങ്കാട്ടിൽ എല്ലാവരെയും, ഈ ലൈനിൽ ചേർന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഈ മിനിസ്ട്രിയെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. തുടർന്നും ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ശുശ്രൂഷയിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. പ്രിയമുള്ളവരെ, എത്ര ശക്തമായിട്ടുള്ള ദൈവവചനമാണ് നമ്മൾ കർത്താവിൻ്റെ ദാസനിൽ നിന്ന് കേട്ടുകൊണ്ടിരുന്നത്. നമുക്ക് ആദ്യത്തെ ഒരു പകുതി സമയം കുറച്ച് അവസാന ഭാഗമായപ്പോഴേക്കും ഇൻ്റർനെറ്റിൻ്റെ കുഴപ്പം കൊണ്ടാണ് ശബ്ദം ഇല്ലാതെ പോയത്. നമുക്ക് ഏതാനും സെക്കൻഡുകൾ കേൾക്കും, പിന്നെ ഏതാനും സെക്കൻഡുകൾ കേൾക്കത്തില്ല. അങ്ങനെയായിരുന്നല്ലോ. നമുക്കറിയാം, സൂം വളരെ മീറ്റിങ്ങുകൾ നടക്കാനായിട്ട് ഉപകരിക്കുന്നുണ്ട്. സൂം ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ ഷിക്കാഗോ പ്രകടനം തന്നെ നടക്കുകയില്ലായിരുന്നു. എന്നാൽ പലപ്പോഴും സൂം മീറ്റിങ്ങുകൾ നടത്താനും അതുപോലെ തന്നെ നടക്കുന്നത് കേൾക്കാതിരിക്കാനും പലപ്പോഴും മുഖാന്തരമാകുന്നത് നമുക്ക് അറിയാം. കർത്താവിൻ്റെ ദാസന് വളരെ ശക്തമായിട്ട് തീരുമാനത്തിൽ നിന്ന് സംസാരിച്ചല്ലോ. താൻ ചെയ്യുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇനിയും ഫ്യൂച്ചറിലെ ഒരു അവസരം വരുമ്പോൾ താൻ അവിടെ ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും ആ കർത്താവ് വിളിച്ച ആ വിളിയെക്കുറിച്ചും അങ്ങനെയുള്ള സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുന്നതിന് നമുക്ക് താല്പര്യമുണ്ട്. അത് കർത്താവിൻ്റെ ദാസൻ ഇനിയും ഭാവിയിൽ വീണ്ടും നമ്മോട് സംസാരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടുന്ന് നമ്മൾ കേട്ടതായ ആ ഭാഗം, പ്രിയമുള്ളവരെ, വളരെ ശക്തമായിട്ടുള്ള ഒരു ദൈവവചനമാണല്ലോ. ആ മനുഷ്യൻ, ബർത്തിമായി എന്ന മനുഷ്യൻ, കുരുടനായ മനുഷ്യൻ അവിടെ നിന്ന് കരയുകയാണ്. യേശു കടന്നു പോകുന്നതോടൊപ്പം അവൻ വലിയ വായില കരയുകയാണ്. ദാവീദ് പുത്ര, എന്നോട് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, അവന് കർത്താവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്നാൽ ഏറ്റവും വലിയൊരു പ്രാർത്ഥനയാണ്. നമ്മൾ ദീർഘമായിട്ടൊക്കെ പ്രാർത്ഥിക്കും, എന്നാൽ ഏറ്റവും ശക്തമായ ഒരു പ്രാർത്ഥനയാണ് ലോർഡ് ഹാവ് മേഴ്സി ഓൺ മീ. കർത്താവെ, നീ എന്നോട് കരുണ ചെയ്യാതെ പോകരുതേ എന്ന് അവന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ആ പ്രാർത്ഥന കേട്ട്, അവൻ്റെ ആ നിലവിളി കേട്ട് അവിടെ നിൽക്കുകയാണ്. നമുക്കറിയാം, കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ പോലെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും അറിയാം ഇവൻ എന്തിനാ വിളിക്കുന്നത്. എന്നാൽ കർത്താവിനോട് ചോദിക്കുക, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? പ്രിയമുള്ളവരെ, നമ്മൾ ശക്തമായി പ്രാർത്ഥിച്ചാൽ നമ്മുടെ നിലവിളി കേട്ട് കർത്താവ് നമ്മോടും ഈ ചോദ്യം തന്നെ ചോദിക്കും, ഞാൻ നിനക്ക് എന്താണ് ചെയ്യേണ്ടത്? നമുക്കറിയാം, എസ്തറിനോട് ആ ചോദ്യം അഹശ്വേരോശ് രാജാവ് ചോദിച്ചു. 3 ദിവസത്തോളം ഉപവാസത്തോടും പ്രാർത്ഥനയോടും തൻ്റെ കൂടെ താൻ മാത്രമല്ല ഒരു ജനസമൂഹം മുഴുവൻ പ്രാർത്ഥിക്കുകയാണ്. ശക്തമായ ആ പ്രാർത്ഥനയുടെ മുന്നിലാണ് ആ രാജാവ്, പേർഷ്യൻ രാജാവ് ചോദിക്കുകയാണ്, നീ എന്ത് വേണേലും ചോദിച്ചോ, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? പ്രിയമുള്ളവരെ, നമുക്ക് വളരെ പ്രതിസന്ധിയുടെ മധ്യത്തിലാകുമ്പോൾ നമ്മൾ തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് പലപ്പോഴും നോക്കുന്നത്. എന്നാൽ ശക്തമായ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ ദൈവം നമ്മോട് ഈ ചോദ്യം തന്നെയാണ് ചോദിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ മറുപടി എന്തായിരുന്നു? വൃത്തിമായിക്ക് എന്ത് വേണേലും ചോദിക്കുക. എന്നാൽ അവൻ്റെ മറുപടി എന്തായിരുന്നു? കർത്താവേ, എനിക്ക് കാഴ്ച ലഭിക്കണം. പ്രിയമുള്ളവരെ, നമ്മളുടെ പ്രാർത്ഥന ഇന്ന് എന്താണ്? ധാരാളം കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ നമ്മുടെയും പ്രാർത്ഥന ഇത് തന്നെ ആയിരിക്കണം. കർത്താവേ, എനിക്ക് ഒരു ആത്മീകമായ ഒരു കാഴ്ചപ്പാട് നൽകണം. എനിക്ക് ശരിയായിട്ട് കാര്യങ്ങൾ ദൈവം കാണുന്നത് പോലെ കാര്യങ്ങൾ കാണാനുള്ളൊരു കണ്ണ്, അതിനുള്ളൊരു കാഴ്ചശക്തി എനിക്ക് നൽകണമേ എന്നായിരിക്കട്ടെ പ്രിയമുള്ളവരെ നമ്മുടെ പ്രാർത്ഥന. കർത്താവിൻ്റെ ദാസൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ധാരാളം കാര്യങ്ങളോട് ചെയ്യുന്നെന്ന് പറഞ്ഞല്ലോ. ഫ്യൂച്ചറിൽ നമുക്കൊക്കെ കേൾക്കാൻ സാവകാശം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആ പ്രവർത്തനങ്ങളെയൊക്കെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ദാസൻ സൂചിപ്പിച്ച പോലെ, കാലേബ് ചെയ്തതുപോലെ, കാലേബ് പറഞ്ഞതുപോലെ, 80-ാം വയസ്സിലും കാലേബ് പറഞ്ഞു, എനിക്ക് ഈ മല്ലന്മാരെയൊക്കെ ചെന്ന് കീഴടക്കാനുള്ള ശക്തി ഉണ്ടെന്ന് പറഞ്ഞതുപോലെ കർത്താവിൻ്റെ ദാസന് ഈ 70-ാം വയസ്സിലും ശക്തിയോടുകൂടെ കർത്താവിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി കർത്താവ് തുടർന്നും സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവിധ നന്മകളും കർത്താവ് തുടർന്നും നൽകട്ടെ. ഇന്ന് നമ്മുടെ ഈ ഷിക്കാഗോ പ്രയർ ലൈനിൽ വന്ന് ഇത്ര സമയം ചെലവഴിച്ചാൽ വളരെ സന്തോഷം. കർത്താവ് തൻ്റെ കുടുംബത്തെയും കർത്താവിൻ്റെ ദാസനെയും കുടുംബത്തെയും ആ വേലകളെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷിക്കാഗോ പ്രയർ ലൈനിൻ്റെ പേരിലുള്ള സ്നേഹം, സന്തോഷം പ്രകാശിപ്പിക്കുന്നു.